സുമ ഇത്രയും വലിയ ഓഡിറ്റോറിയത്തിലാണോ നമ്മൾ പരിപാടി ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ ചെറിയ ഓഡിറ്റോറിയം ചേട്ടത്തി. യൂറോപ്പിൽ ഓഡിറ്റോറിയത്തിന് ഡബിൾ വരും. യൂറോപ്പിലെ ഓഡിറ്റോറിയം നീ കണ്ടിട്ടുണ്ടോ? അത് പാക്കർ സാറ് ഫോട്ടോയിൽ കാണിച്ചു തന്നായിരുന്നു. അല്ല, നിന്റെ സംസാരം കേട്ടതൊന്നും യൂറോപ്പിൽ 2 സ്റ്റേജ് നിനക്ക് സ്വന്തമായിട്ടുണ്ടെന്ന്. 2 അല്ല 3 വാങ്ങിക്കാൻ പോകുന്നു. ഒരെണ്ണം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. പിള്ളേരെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തമ്മിലടിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ലായിരുന്നല്ലോ, വീട്ടിൽ ഇരുന്ന പോരായിരുന്നു. ഇവ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ കൂടെ വരായില്ലായിരുന്നു. ഇതിപ്പോ ഫാമിലി സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആശയം കൂടെ വേഷം കെട്ടിച്ചേക്കല്ലേ. എന്നെ ആരും വേഷം കെട്ടിച്ചൊന്നുമല്ല. എനിക്ക് പണ്ട് തൊട്ടേ മാജിക് ഇഷ്ടം, ഒത്തുകൊണ്ട് അറിയുന്ന കാര്യമല്ലേ. എന്റെ പൊന്നിയടുത്ത് കുശുമ്പാണ് ഈഗോ സെൽഫിഷ്. അയ്യോ, ഈഗോ സെൽഫിഷ്. എനിക്കെന്തിനു ഈഗോ സെൽഫിഷ് ഒക്കെ? ഇതിനെക്കാട്ടി വലിയ കോപ്രായങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് മാജിക്കിനെ കോപ്രായം വിളിക്കരുത്. അത് ഈ സ്റ്റേജിൽ ഉപയോഗിച്ച്. നീ ഒന്ന് അടങ്ങണേ, നിർത്ത്. മകളെ ഉത്തമ, നിനക്ക് താല്പര്യം, നീ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വാ. എന്റെ ഉത്തോണ്ട് ഇതുപോലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ? കിട്ടത്തില്ല ഇടത്തി, കിട്ടത്തില്ല. യൂറോപ്പിലെ മഞ്ഞുമലയിൽ സ്കേറ്റിംഗ് ചെയ്യാൻ പോയി പാക്കര സാർ വീണ് നടുവടിയാനും ഈ ഷോ എന്നെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താ അറിയാമോ? എല്ലാം എന്റെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹം കൂട്ടും. ഗുരുനാഥൻ തലയും കുത്തി വീണ് നടു ഓടിയാൻ വേണ്ടി പ്രാർത്ഥിച്ച ശിഷ്യൻ നിനക്ക് നല്ലതേ വരുവോടാ. ഒന്ന് നിർത്തണേ മക്കളെ. അവ എന്തുവാണോ പറഞ്ഞോട്ടെ, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. അതൊന്നും അല്ല ചാ, ഈ ഷോ എന്നെ പകര സാർ ഏൽപ്പിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. എന്താടാ? ഈ അവസ്ഥയിലും ഷോ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ ഞാനാണെന്നും പിന്നെ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യ ഞാനാണെന്നും പറഞ്ഞു. എന്താ സെന്റിമെന്റ് ഇല്ല, സെന്റിമെന്റ് ബോധമില്ലാത്ത ആളാ. അല്ലടാ മക്കളെ, ഇവരുടെ ഈ ഗുരുശിഷ്യ ബന്ധത്തിന്റെ കഥ കേട്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പോയി. നിന്റെ ഉന്തും അച്ഛന്റെ തള്ളം കൂടെ ആകുമ്പോ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം. മക്കളെ ഞാനും വരുന്നടാ. ഇതൊന്നും കണ്ടു കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക്. നീ എന്തുവാടാ അന്വേഷിക്കുന്നേ? ഞാൻ ഇവിടുത്തെ എൻട്രി എക്സിറ്റ് ഒക്കെ ഒന്ന് നോക്കിയായിരുന്നു ചാ. അതെന്തിന്? അവനെന്തായാലും അടിയിട്ടുന്നുള്ള ഉറപ്പാണ്. വീട്ടുകാർക്കും കൂടെ കൂട്ടത്തോടെ അടി വാങ്ങിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ്. അവരെല്ലാം രക്ഷിക്കേണ്ടത് എന്റെ കടമയായിപ്പോയി. അയ്യോ, ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രഹനാഥം വന്നിരിക്കുന്നു. ആ ഗ്രഹനാഥ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയല്ലേ. എടാ, എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കൂടെ? അവന് ചിലപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ഭാവി ഉണ്ടെങ്കിലോ? അവന്റെ ഭൂതകാലത്തെ കുറിച്ച് ഓർത്തിട്ട് അവന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും അച്ഛന് നല്ലത്. എന്റെ മക്കളെ, നീ ഇങ്ങനെ കട്ട നെഗറ്റീവ് ആകാതെ അവ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് രക്ഷപ്പെടട്ടെ. അവ അച്ഛന്റെ രക്ഷകനാവെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അച്ഛന് കിട്ടിയൊന്നും പോരാ, അച്ഛന് വലുതെന്തോ വരാനുണ്ട്. എന്തോന്ന് വരാൻ? അച്ഛൻ ഒരു കാര്യം ചെയ്യണം. നേരെ വൈദ്യരെടുത്ത് പോകണം. നന്നായിട്ട് ശരീരമൊക്കെ ഒന്ന് ഒഴിഞ്ഞു വെക്കണം. അടി കിട്ടിയതിന് ശേഷം പിന്നെ വൈദ്യരെടുത്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഓ, അപ്പൊ എനിക്ക് അടി കിട്ടുമെന്നാണോ നീ പറയുന്നത്? ഷുവറല്ലേ? അയ്യോ, അപ്പൊ മക്കളെ നമ്മൾ പിന്നെ എന്തോന്ന് ചെയ്യൂടാ? സാങ്കേതിക തകരാറ് മൂലമാണ് പരിപാടി മുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പരിപാടി തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് പൊട്ടിപ്പോണെന്നുണ്ടെങ്കിൽ ആടി കൊണ്ട് ഊപ്പാട് വരും വെച്ചാ. അപ്പൊ എന്താണ് നിന്റെ പ്ലാൻ? നമുക്ക് പവർ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാം. എന്ന് വെച്ചാ ഇലക്ട്രിസിറ്റി അങ്ങ് കട്ട് ചെയ്യാം. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യണം. അപ്പൊ പ്രോഗ്രാം നിൽക്കും, മുടങ്ങും. പ്രോഗ്രാം മുടങ്ങും. നമ്മളെല്ലാരും രക്ഷപ്പെടും. എടാ ദുഷ്ടാ, ഇത്രയും വിഷമായി പോയടാ ചെറുക്കാൻ നിന്റെ മനസ്സ്. കേട്ടോ, എന്തോ ഒരു ടെൻഷൻ. ചേട്ടൻ വല്ലതും പറഞ്ഞോ? അതൊന്നും അല്ല. പിന്നെ എടാ, ഇത്രയും വലിയ സ്റ്റേജിൽ പെർഫോം ചെയ്യണ കാര്യം ഓർക്കുമ്പോൾ എന്റെ കയ്യും കാലം വിറയ്ക്കുക. അവസാന നിമിഷം എന്റെ BP കൂട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ BP ഇപ്പൊ തന്നെ വേറെ ഏതോ ലെവലിലാണ് നിൽക്കുന്നത്. ചേട്ടത്തി എന്തിനടുത്ത് പേടിക്കണം? മാജിക്കിന്റെ സകലതും ഭാവിത്യമാക്കിയ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനു ഭവതി പേടിക്കണം? കണ്ടോ നീ ഇപ്പോഴും ആ ബാലെ വിട്ടിട്ടില്ല. ഈ ബാലെ മാജിക് കൂടെ മിക്സ് ചെയ്ത് നീ ഇത് മാജിക് ആക്കോടാ സുമേ. അതൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ചേട്ടത്തി കൂളായിട്ടിരിക്കും. ഇത്രയും വലിയ സ്റ്റേജാ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി എന്ത് ചെയ്യും? എന്താ പ്രശ്നം എന്നറിയാമോ? എനിക്ക് ഇങ്ങനെ സ്റ്റേജ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടാ. അപ്പൊ കോൺഫിഡൻസ് വരാൻ നീ എന്തോ ചെയ്തേ? കോൺഫിഡൻസ് വരാൻ വേണ്ടി നമ്മൾ ഈ വലിയ സ്റ്റേജിൽ നമ്മൾ മാജിക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മനുഷ്യന്മാരായിട്ട് കാണരുത്. അവരെ മരങ്ങളും ചെടികളുമായിട്ട് കാണണം. അതെന്തിനാ ഞാൻ ഫുള്ള് പറഞ്ഞോട്ടെ. ഈ ചെടികൾ ഇങ്ങനെ അനങ്ങുമല്ലേ, അത് മനുഷ്യന്മാരുടെ ചലനമായിട്ട് കാണണം. ചെടികളും മരം തമ്മിൽ കൂട്ടിയിടിക്കത്തില്ലേ, അത് മനുഷ്യന്മാരുടെ ശബ്ദമായിട്ട് കണ്ടാൽ. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ? അതൊക്കെ ഞാൻ പഠിച്ചു. അല്ല, ഈ ചെടിന്ന് മരത്തിന് വല്ല ചില്ലകളും കല്ലുകളും ഒക്കെ നമ്മുടെ നേരെ വരുമോ? വന്നു കഴിഞ്ഞാൽ ഉടനെ വരും. അതൊന്നും ഇല്ല. ചേട്ടത്തി എന്തായാലും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഫുൾ കോൺഫിഡൻസ് തരാം. ആണോ? പിന്നെ നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. പവർ വരട്ടെ. കോള്. ഉറക്കം പറയടി. എന്തു എന്നാ പിന്നെ നിനക്ക് അപ്പുറത്ത് അങ്ങനെ വാങ്ങിച്ചാൽ പോരായിരുന്നോ? അപ്പുറത്ത് സിന്ധു വെച്ചിരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാ പോരായിരുന്നോ? എന്തോ? ശരി. ഓക്കെ. എന്താടാ? അവളും പിള്ളേരും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോണ്ടെന്ന്. പൈങ്കിളിയോ? കേറി വരാൻ പറ. എങ്ങനെ കയറി വരും? അവര് ടാക്സി വിളിച്ചത്. എന്റെ പൈസ ചേട്ടത്തിയുടെ ഉണ്ടോന്ന് ചോദിച്ചു. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഞാൻ പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാല്ലേ? എങ്ങനെയെങ്കിലും വേഗം വരാൻ പറ. എടാ, ഡ്രസ്സും സാധനങ്ങളും ഒക്കെ അവളുടെ കയ്യിലാ മാജിക്കിന്റെ. ഞാൻ അച്ഛൻ്റെ പൈസ ഉണ്ടെന്ന് ചോദിച്ചിട്ട്